ഈ പ്രാവശ്യം ന്യൂസിലൻഡ് പര്യടനത്തിൽ ഏകദിന പരമ്പരയിൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ ചില പ്രതീക്ഷിത താരങ്ങൾ ഇല്ലായിരുന്നു. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് കായിക വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യയുടെ മുഖ്യ സെലക്ടർ അജിത് അഗർകർ നേരത്തെ തനിക്ക് താല്പര്യമുള്ള ആൾക്കാരെ കളിപ്പിക്കുള്ളൂ എന്ന് പൊതുവെ ഒരു വിമർശനം ഉണ്ടായിരുന്നു അജിത് അഗർകറിന്. ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പര ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴും ഇതിന് മാറ്റമില്ല. മികച്ച ഫോമിൽ തുടരുന്ന ചില ആളുകളെ പരിഗണിക്കാൻ അജിത് അഗർകർ തയ്യാറായില്ല. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 2 സെഞ്ചുറികൾ അടക്കം 200 സ്ട്രൈക്ക് റേറ്റിൽ 500 റൺസ് എടുത്ത സൂപ്പർ താരം കിഷൻ വിജയഹസാര ട്രോഫിയിൽ 33 പന്തിൽ സെഞ്ചുറി അടക്കം നേടിയിരുന്നു. കൂടി 2020 ലോകകപ്പിലും അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചു. ഏകദിനത്തിൽ ഇഷാൻ കിഷന് സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇനി രണ്ടാമത്തെ ആള് ഗെയ്ക്വാദാണ്. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക പര്യടനത്തിൽ സെഞ്ചുറി അടിച്ച താരമാണ്. എന്നിട്ട് പോലും അജിത് അഗർകർ ഗെയ്ക്വാദിനെ പരിഗണിച്ചിട്ടില്ല. ഭയങ്കര വിമർശനമാണ് അജിത് അഗർകറിന് നേരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നത്. വൈസ് ക്യാപ്റ്റനായി വന്നതോടെ അദ്ദേഹത്തിന് 4 നമ്പർ കളിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് ഗെയ്ക്വാദിന്. എന്തായാലും 5 അംഗ ഇന്ത്യൻ ടീമിലെങ്കിലും അദ്ദേഹം ഉണ്ടാവുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. ആരാധകർക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ടാണ് ടീം പ്രഖ്യാപനം വന്നത്. മൂന്നാമത്തെ ആള് വെറ്ററൻ താരം മുഹമ്മദ് സാമിയാണ്. ദീർഘകാലങ്ങളായി അദ്ദേഹം ടീമിന് പുറത്താണ്. ആഭ്യന്തര ക്രിക്കറ്റിന് ബംഗാളിന് വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഇന്ത്യനുള്ള ഏകദിന പരമ്പര അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനുള്ള വേദിയാവുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. തിരിച്ചു വിളിക്കുമെന്ന് ടീം മാനേജ്മെന്റിന് അടക്കം റിപ്പോർട്ട് വന്നിരുന്നു. അപ്പം അതുപോലെ അജിത് അഗർകർ കണ്ണടച്ചു. ബോളിംഗിൽ ഫോമല്ലാത്ത കൃഷ്ണനെ നിലനിർത്തുകയും ചെയ്തു. ഈ കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഏറ്റവും മോശം ലൈനും നിരന്തരം കീപ്പ് ചെയ്ത ബോളറാണ് പൃഥ്വി കൃഷ്ണ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ചാനലിൽ നിന്ന് ഓരോ കായിക വാർത്തകളും നിങ്ങൾ തേടിയെത്തും. നന്ദി, നമസ്കാരം.